10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 4 കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക, നിങ്ങളുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യുക. പലപ്പോഴും പറയാറുണ്ട്, വെൽത്ത് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് യുവർ മാസ്റ്ററി. നിങ്ങളുടെ മാസ്റ്ററിയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് വെൽത്ത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാം, ലോകത്ത് വിജയിച്ച ഏതാളുകൾ എടുത്തു നോക്കുകയാണെങ്കിലും, അത് മ്യൂസിക്കിലാവട്ടെ, അത് AR റഹ്മാൻ ആവട്ടെ, അതല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂക്കി ആവട്ടെ, അതല്ലെങ്കിൽ മോഹൻലാൽ ആവട്ടെ, അതുമല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവട്ടെ, അതല്ലെങ്കിൽ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇങ്ങനെ ഏത് മേഖലയല്ലേ, അത് ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം, മേ ബി ഫിലിം ഇൻഡസ്ട്രി ആവാം, ബിസിനസ് ആവാം, ഇതിലെല്ലാം വിജയിച്ച ആളുകളെ നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും, അവരെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിൽ മാസ്റ്ററി കൈവരിച്ച ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ, മൊബൈൽ ഫോണിലേക്ക് വരികയാണെങ്കിൽ, ഐഫോൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദേ ആർ ദ മാസ്റ്റേഴ്സ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. ഇതുപോലെ നമ്മൾ കാറിലേക്ക് വരുമ്പോൾ അത് ബുഗാട്ടി ആവട്ടെ, ഫെരാരി ആവട്ടെ, ഇവരെല്ലാം അവരുടെ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ, ഒരു പെർട്ടിക്കുലർ മേഖലയിൽ അവര് മാസ്റ്ററി കൈവരിച്ച ആളുകളാണ്. മാസ്റ്ററി ഉണ്ടാവുമ്പോൾ അവിടെ ബാർഗെയിനിങ് ഒഴിവാവും. കാരണം മാസ്റ്ററി ഉള്ള ആളുകള് ലോകത്ത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ മാസ്റ്ററി കൈവരിക്കാം? ബിസിനസ്സിൽ നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾക്ക് പിന്നെ നാരോ ഡൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷന്റെ കാലം കഴിഞ്ഞു. കാരണം ജനറലൈസ്ഡ് ആവുമ്പോൾ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എവരിവെയർ. നമുക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പക്ഷെ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, യു ഗെറ്റ് മാസ്റ്ററി ഇൻ ദാറ്റ് യുവർ ക്രാഫ്റ്റ്. നിങ്ങളുടെ ക്രാഫ്റ്റിൽ നിങ്ങൾ മാസ്റ്ററി കൈവരിക്കൂ. അതിനെയാണ് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ പറയും ഒരു മൈക്രോ നിഷിലേക്ക് പോവുക. മൈക്രോ നിഷ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആവുക എന്നുള്ളതാണ്. സ്പെഷ്യലൈസ്ഡ് ആവുമ്പോൾ യു ഗെറ്റ് മോർ ഡിമാൻഡഡ്, നിങ്ങൾ കൂടുതൽ ഡിമാൻഡഡ് ആവും. അതാണ് നമ്മൾ ഒന്നാമത്തെ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മൈക്രോ നിഷ് കാറ്റഗറി കണ്ടെത്തുക, അതിനെ നിങ്ങളെ പാഷനുമായിട്ട് പ്ലഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാസ്റ്റർ കൈവരിക്കുവാനും നിങ്ങളുടെ മേഖലയിൽ ഒരു കിങ് ആവാനും സാധിക്കും.